RV ബാബു, നമുക്കറിയാം കേരളം ജിഹാദികളുടെ ഒരു ഒളിത്താവളമായി മാറുകയാണോ എന്ന സംശയം ബലപ്പെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് പ്രവീൺ നെട്ടാരു വധക്കേസിലെ മുഖ്യപ്രതിയെ കൊച്ചിയിൽ നിന്ന് പിടികൂടുന്നത്. അതോടൊപ്പം തന്നെ ഈ അധ്യാപകനെ കൈവിട്ട കേസിലെ പ്രതിക്ക് എവിടെയൊക്കെ ഒളിത്താവളങ്ങൾ ഒരുക്കി, അതെല്ലാം തന്നെ നമുക്ക് അറിവുള്ള കാര്യമാണ്. എന്താണ്, എങ്ങോട്ടേക്കാണ് നമ്മുടെ കേരളത്തിന്റെ പോക്ക്? RV ബാബു എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? അങ്ങ് കേരളം ഈ ജിഹാദികൾക്ക് എല്ലാ നിലയ്ക്കും സംരക്ഷണം കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. അവരെ ന്യായീകരിക്കുകയും അവരെ നമ്മൾ വിമർശിച്ചാൽ, അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിച്ചാൽ അതെല്ലാം ഒരു മതവിഭാഗത്തിനെതിരായിട്ടുള്ള പ്രചരണമാണ്. ആ മതവിഭാഗത്തെ വംശീയമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്ലാമോഫോബിയാണ്. ഇതൊക്കെയാണ് നമുക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളുടെ മറവിൽ യഥാർത്ഥത്തിൽ തീവ്രവാദികൾ അവര് സുരക്ഷിതരായി കഴിയുകയാണ്. അപ്പൊ തീവ്രവാദികൾക്ക് സുരക്ഷിതമായി കഴിയാൻ വേണ്ടി അവരെ എതിർക്കുന്നവരെ വിമർശിച്ചുകൊണ്ട് ഒരു സുരക്ഷിതമായിട്ടുള്ള മറ ഈ തീവ്രവാദികൾക്ക് സൃഷ്ടിക്കുന്ന ഇടമാണ് കേരളം എന്നുള്ളതാണ് ഇതപ്പചന്തമുള്ള നമ്മുടെ കേരളത്തിന്റെ ചരിത്രം. ഇപ്പോൾ തന്നെ പ്രവീൺ നെട്ടാരു വധക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തത് പള്ളുരുത്തിയിൽ നിന്നാണ്, എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിൽ നിന്നാണെന്നാണ്. ഈ പള്ളുരുത്തിയിലെ നിന്നാണ് നമ്മുടെ ആലപ്പുഴയിൽ നടന്ന ഒരു പ്രകടനത്തില് അവലും മലരും കരുതിക്കോ, കുന്തിരിക്കം കരുതിക്കോ എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ജീവിച്ചോ എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് വിളിപ്പിച്ചത് ഈ പള്ളുരുത്തി ഭാഗത്ത് നിന്നുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ മത തീവ്രവാദികൾ അവർ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന കേന്ദ്രങ്ങളും അവരെ ഒളിച്ചു താമസിപ്പിക്കുന്ന കേന്ദ്രങ്ങളും ഒക്കെ നമ്മുടെ എറണാകുളം ജില്ലയിൽ വ്യാപകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഇത് കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ ഇതേപോലുള്ള ചില പ്രത്യേക സെൻസിറ്റീവ് ഏരിയകൾ ഇത്തരം മത തീവ്രവാദികൾക്ക് സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഇടങ്ങളായിട്ട് മാറിയിട്ട് കാലങ്ങളായി. അവരെ തൊടാൻ പോലും നമ്മുടെ ഭരണകൂടം മടിക്കുന്നു. അവർക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ, അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ അതെല്ലാം ഇസ്ലാമോഫോബിയാണ് എന്ന് പറഞ്ഞ് അതിനെതിരായിട്ട് നമ്മുടെ നാട്ടിലെ മതേതര സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരൊക്കെ വലിയ ശബ്ദത്തിൽ രംഗത്ത് വരുന്നത് കാണാം. ഇതെല്ലാം ഇപ്പൊ നമുക്കറിയാം, ഈ ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെയൊക്കെ. അപ്പോൾ ആ വിഷയമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉടനെ തന്നെ അതെല്ലാം ഒരു മതവിഭാഗത്തിനെ വംശീയമായി ഒറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുന്നവരെ ആക്രമിക്കുന്ന ഒരു സമീപനമാണ് പൊതുവെ സമൂഹ മാധ്യമങ്ങളിലടക്കം കാണുന്നത്. ഇത് അങ്ങേയറ്റം അപകടം പിടിച്ചൊരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളം അതിവേഗം ഒരു ഭീകരവാദ കേന്ദ്രമായിട്ട് മാറുന്നു എന്നുള്ള ഒരു ആശങ്ക അത് നമുക്ക് കൂടുതൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ RV ബാബു, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.